ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു പച്ചമുളക് കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള പച്ചമുളക് എടുത്താൽ മതിയാകും. ഏത് സൈസിലുള്ളതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഏത് വലിപ്പത്തിലുള്ള എങ്ങനെയുള്ള പച്ചമുളക് എടുത്താലും കുഴപ്പമില്ല. തൊണ്ടൻ മുളക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവുള്ള മുളക് എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെയുള്ള നീളം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് നീളത്തിനൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 150 ഗ്രാം പച്ചമുളകിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കടായി. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കടുകാണ്. ഇതുപോലെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ നിറയെ ഞാനിപ്പോൾ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് കടുക് എടുത്തിട്ടുള്ളത് കേട്ടോ. 150 ഗ്രാം പച്ചമുളകിന് ഈ ഒരു അളവിൽ കുറച്ച് കടുക്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി. അപ്പോൾ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിപ്പോയാൽ ഒരു കയ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. കടുകും ഉലുവയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. നമ്മുടെ വലിയ ജീരകമല്ല, ചെറിയ ജീരകം കേട്ടോ. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ കടുകെല്ലാം ഇങ്ങനെ ടപ്പടപ്പേന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കും. അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റോളമായിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങും. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ കടുകും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതൊന്ന് ഒരു ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ മാത്രം മിക്സിയിൽ നമുക്ക് കറക്കിയെടുക്കാം. ചെറിയ രീതിയിലൊന്ന് കറക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് മാറ്റി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ശ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചെറിയ രീതിയിലൊന്ന് കല്ല് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടും ചതച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൗഡർ പോലെ ആക്കാൻ നിൽക്കേണ്ട. ഇതിപ്പോൾ ചെറിയ ചെറിയ തരിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത അതേ കടായി തന്നെയാണ് ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. എള്ളെണ്ണ എന്ന് പറയും നമ്മുടെ നല്ലെണ്ണയെന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ലൈറ്റായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് നമ്മൾ ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചൂടായി വേണം കിട്ടാനായിട്ട്. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി പുളി അധികം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഇത്രയും വലിപ്പത്തിനാണ് ഞാൻ പുളി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ആ പുളിയുടെ വെള്ളം മാത്രം, ആ പുളിയുടെ കൊത്തൊന്നും നമുക്ക് ആവശ്യമില്ല, പുളിയുടെ വെള്ളം മാത്രം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം.
ഇതുപോലെ നല്ല കട്ടി പുളിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ പുളിയൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ കുറച്ചധികം ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പുളി ചേർക്കുന്നതിൻ്റെ പേരിൽ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ അങ്ങ് ഏകദേശം പോയി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും. തിളപ്പിക്കാൻ വേണ്ടി ഈ സമയം നിൽക്കേണ്ട. അതിനുശേഷം കുറച്ച് കറിവേപ്പില നമുക്കിതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം വിനാഗിരിയും കൂടി. അപ്പോൾ ഈ വിനാഗിരി നമ്മളിതിലേക്ക് ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ചധികം നാൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടും കൂടിയാണ്. അപ്പോൾ അതുകൂടി ഇതിന് മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ. അപ്പോൾ വെള്ളം നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വിനാഗിരി ചേർക്കുമ്പോഴാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലൂസായി തുടങ്ങുന്നത്. അപ്പോൾ വെള്ളം ലൈറ്റായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ പേരിലാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് നന്നായിട്ട് നമ്മൾ പച്ചമുളക് ആദ്യമേ വേവിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. എങ്കിൽ പിന്നെ ഈ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുന്ന ഇത്രയും സമയം കൊണ്ട് നമ്മുടെ മസാല കൂട്ടെല്ലാം ഈ പച്ചമുളകിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഈ സമയം ഫൈനലി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു പീസ് അളവിൽ ശർക്കരയും കൂടി. അപ്പോൾ ഈ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ എരിവും പുളിവും ഒക്കെ നല്ല കറക്റ്റായിട്ട് ബാലൻസ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതിയാകും. കൂടുതൽ സമയം തിളപ്പിക്കേണ്ട. കാരണം ഇത് തണുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് ഈ പച്ചമുളകിലേക്ക് പിടിച്ചിട്ടൊന്ന് വീണ്ടും ഒന്ന് കുറുകി വരും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ കുറച്ചും കൂടി കുറുകി ഇനി വരും. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് കൊണ്ടുള്ള സൈഡ് ഡിഷ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് അച്ചാറെന്നും പറയാം, നമുക്ക് സൈഡ് ഡിഷ് എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. കാരണം നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഡിഷിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പുറത്ത് വേണമെങ്കിൽ പുറത്തും സൂക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നന്നായിട്ട് അറിയണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വേണം. 2 ദിവസം കൊണ്ട് മാത്രമേ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമ്മുടെ മസാല കൂട്ടിൽ പിടിച്ചിട്ട് അതുപോലെ തന്നെ ഈ പുളിയൊക്കെ ഒന്ന് പച്ചമുളകിലും പിടിച്ചിട്ട് നല്ലതുപോലെ സൂപ്പറായിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ട് പച്ചമുളക് കൊണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. പിന്നെ ഇത് തണുത്തതിന് ശേഷം നല്ലൊരു ഭരണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ വേണം സൂക്ഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളിലൊന്നും സൂക്ഷിക്കരുത്. കാരണം പുളിയാണ്, അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേര് സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊന്നും സൂക്ഷിക്കരുത്. നമ്മൾ സാധാരണ അച്ചാർ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.